വിഷയാവതരണം തുടങ്ങാം. താങ്ക് യു ചേട്ടാ. തുടങ്ങിക്കോ. താങ്ക് യു. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ അളവറ്റ അനുഗ്രഹത്താലും ആൽക്കഹോളിക് അനോണിമസിന്റെ പടികളാലും നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവവും ശക്തിയും പ്രതീക്ഷയാലും ഇന്ന് ആദ്യത്തെ മദ്യം മാറ്റിവെച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷവാനായിട്ട് ജീവിക്കുന്ന എന്റെ പേര് ജോൺസൺ. എല്ലാവർക്കും ഹായ് ഹായ്. ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ എക്കോ അടിക്കുകയാണ്. അതാണ്, വേറെ ഒന്നുമല്ല. ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഈ ഒരു ദൈവികമായ കൂട്ടായ്മയിലൂടെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് സുഹൃത്തുക്കളെ 6 വർഷം 11 മാസവും ഒരു ദിവസമായി. അപ്പോൾ ഈ 6 വർഷം 11 മാസം ഒരു ദിവസവുമായിട്ട് എന്നെ പരിപാലിക്കുന്ന ആ വലിയ ശക്തി നാണരുന്ന കടവുൾ ആ ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ഇന്ന് കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വരുക 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 എന്ന് സ്വാഗതം ചെയ്യുകയാണ്. സരിയാണ് ഇടം സരിയാണ് നേരം, അതിശയങ്ങൾ നടക്കും. ഏതായാലും സന്തോഷം. ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പാത പിന്തുടർന്ന് പോകുന്നതുകൊണ്ട് സന്തോഷവാനായിരിക്കുന്നു. ഇന്ന് രാവിലെ മീറ്റിങ്ങിൽ കയറിയിരുന്നു, ജോലിയിൽ കയറി. രാവിലത്തെ തുടക്കം മുതൽ അങ്ങനെയായിരുന്നു. രാവിലത്തെ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അങ്ങനെ, മീറ്റിങ്ങിന് കയറുക, സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ കേൾക്കുക, ജോലിക്ക് പോവുക. ജോലി കഴിഞ്ഞു വന്നിന്ന് കുറച്ച് നേരമായി, പണി കഴിഞ്ഞ് വരുമ്പോൾ 6:30 പിന്നെ വന്നപ്പോൾ വീട്ടില് റേഷൻ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ പോയി റേഷനൊക്കെ വാങ്ങി കൊടുത്ത് വന്ന് പിന്നെയാണ് മീറ്റിങ്ങിൽ സംസാരിക്കുന്ന കാര്യം വരെ എനിക്ക് പിന്നെ അറിയുന്നത്. ഇന്ന് മീറ്റിങ്ങിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആൽക്കഹോളിക് അനോണിമസിലായിരിക്കുന്നതുകൊണ്ട് വലിയ പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് പറയാന്നുള്ളൂ. അല്ലാണ്ട് ഇതിന് വലിയ സ്റ്റഡിയോ അല്ലെങ്കിൽ ഭയങ്കര ചിന്തിച്ചു കൂട്ടിയിട്ട് ഭയങ്കര ഇതായിട്ടൊന്നും പറയണമെന്നൊന്നും എനിക്ക് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോ എവിടെ വിളിച്ചാലും എനിക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ 2 വാക്ക് സംസാരിക്കും. അനുഭവം ശക്തിയും പ്രതീക്ഷയും തന്നെയാണ് ഏറ്റവും വലുത് ആൽക്കഹോളിക് അനോണിമസിൽ. അപ്പൊ അതേപോലെ അതിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ദൈവത്തിനെ മനസ്സിലാക്കിയത്, നാണരിന്റെ കടവുൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കിയ ദൈവം എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ള ആ ഒരു ചെറിയൊരു മെസ്സേജ്, ഒരു തിരിച്ചറിവ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ജോലയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു സബ്ജക്റ്റ് തന്നെ. അപ്പൊ ഇതെനിക്ക് ഭയങ്കര എന്നെ ജീവനോടെ നിർത്തിയ ഒരു സംഭവമാണ് ഈ ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തി. അപ്പോ ഇത് എങ്ങനെയാണ് ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ മനസ്സിലാക്കിയത്? ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ ദൈവങ്ങളൊക്കെ വേറെയാണ് പണ്ട് മുതലേ. അതായത് ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. അപ്പോ ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഇവരൊക്കെ പാരമ്പര്യമായിട്ട് ഈ ഒരു മതപരമായിട്ട് അങ്ങനെ ഞാനും അതിൽ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. ചെറുപ്പത്തിൽ സൺഡേസ് ക്ലാസ്സും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലെ പരിപാടികൾ പോവുക, ട്രോഫി മേടിക്കുക, കഥ പറയുക, വചനങ്ങൾ വായിക്കുക, അങ്ങനെ നല്ല ഒരു ഇതിൽ തന്നെയായിരുന്നു. ഒരാള് പ്രസംഗിക്കുന്ന ഒരു ശബ്ദരേഖ ഞാൻ ഒരു മണിക്കൂറുള്ളത് അത് ബൈഹാർട്ട് ആക്കി വെച്ചിട്ട് നാട്ടുകാരുടെ അടുത്ത്, അതായത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ പറയും. അത്രമാത്രം ടാലന്റ് ഒക്കെ ദൈവം തന്നിരുന്നു. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ് കുറച്ച് വന്ന് ഒരു 8ാം ക്ലാസ് ഒക്കെ ആയതിനു ശേഷമാണ് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ, ജന്മവാസനകൾ എന്ന് പറയുന്ന ആ ഒരു സാധനം പുറത്തേക്ക് വരാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും, അത് വേണ്ടാത്ത ആഗ്രഹം തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പൊ അതൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫീൽഡൊക്കെ വിട്ടു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ പണ്ട് ഉണ്ടായിരുന്ന ആ ദൈവം എന്നുള്ള ആ ഒരു വിഷയമൊക്കെ മറന്ന് എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കാൻ തുടങ്ങി. അത് എന്താ പറയാ, കുടിയിലേക്കൊക്കെ എത്തി. അങ്ങനെയാണ് മദ്യം 13ാം വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അന്ന് തുടങ്ങിയത് 10-36 വയസ്സ് വരെ. എപ്പോഴെങ്കിലും ആണെങ്കിൽ പോലും അവസാനത്തെ കുടിയൊക്കെ ഭയങ്കരമായി പോയി. എങ്കിലും ഫസ്റ്റ് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തുടങ്ങുന്ന പോലെ ഒരു എൻജോയ്മെന്റിക്ക് തുടങ്ങിയ ഒരു മദ്യപാനം എന്താ പറയാ, ആ ലാസ്റ്റ് ഘട്ടമായപ്പോൾ മരിക്കേണ്ട സ്റ്റേജിൽ ഒരു പെഗ് അടിച്ചാൽ ചത്തുപോകും എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടുവന്ന് വിട്ടു. അതാണ് എന്താണ് ചിന്താക്കുഴപ്പവും ശക്തനുമായ മദ്യം എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എത്രമാത്രം എന്നെ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോ ഈ ഒരു ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു മതപരമായിട്ട് വന്ന ആളായതുകൊണ്ട് ഈ മദ്യം കൂടെ കയറി വന്നപ്പോൾ എൻ്റെ വീട്ടുകാര് ആ ഒരു രീതിയിൽ എന്നെ നന്നാക്കാൻ വേണ്ടി നോക്കി. എങ്ങനെ ധ്യാനത്തിന് കൊണ്ടുപോവുക, കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപദേശിമാരുടെ അടുത്ത് പാസ്റ്റർമാർ വരിക, ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം. കാരണം സഹിക്കുന്നില്ല, അത്രമാത്രം പ്രശ്നമാണ്. ഒരു മോനാണ്, ചാകാതെ നോക്കണം. അങ്ങനത്തെ അമ്മേൻ്റെ ഒരു സ്നേഹം കാരണം
ഇങ്ങനെ അച്ഛനും കൂടി രണ്ടാളും കൂടി പല ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കാനൊക്കെ നോക്കി. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്താ പറഞ്ഞാൽ ഇപ്പൊ കുടിക്കാതിരിക്കുക, കുറച്ച് കഴിഞ്ഞാൽ കുടിക്കുക. കാരണം കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കാന്നുള്ളത്, നിർത്തണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ല. നിർത്തണം എന്നുള്ളത് എന്തിന്റെ ആവശ്യം, ഞാൻ അത്ര പ്രശ്നക്കാരനല്ല എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ. അതുകൊണ്ട് എന്താ പറയാ, ഞാൻ അതിലേക്കൊന്നും പോയില്ല. അപ്പൊ ഇവര് കുറെ പരിപാടിയൊക്കെ നോക്കി. അപ്പോഴൊക്കെ കുറച്ച് ദിവസമൊക്കെ നിർത്തിട്ടോ, കുറച്ച് ദിവസം ധ്യാനം കൂടിയിട്ടൊക്കെ ഒരു 9 മാസമൊക്കെ നിർത്തി. പിന്നെ ഇതൊന്നുമില്ല. പിന്നീടും ഞാൻ കുടിച്ചു. പിന്നീടും കുടിച്ചു, ആകെ പ്രശ്നമായി. പിന്നീടും കുടിച്ചപ്പോ ഇവര് പിന്നെയും കുറെ വഴികളൊക്കെ നോക്കി, മരുന്നും ഇതൊക്കെ നോക്കി. അതിലും കിട്ടിയില്ല. കുറച്ച് ദിവസം കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആൽക്കഹോളിക് അനോണിമസിന്റെ മെസ്സേജ് കിട്ടി. അങ്ങനെയും വന്നു ഞാൻ. അങ്ങനെയും വന്ന് ഒരു 1.5 വർഷത്തോളം ആൽക്കഹോളിക് അനോണിമസിന്റെ പരിപാടിയിലേക്കും കടന്നു വന്നു. അതിലൂടെയും പോയി. അപ്പൊ മീറ്റിംഗ് ഒന്നും പോകാണ്ടായി. കുറെ ദിവസം മീറ്റിംഗ് ഒന്നും ഇല്ല, അതായത് എനിക്ക് താല്പര്യമില്ല. കാരണം കുറെ ദിവസമായപ്പോ എനിക്ക് തോന്നി മീറ്റിംഗിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും കുടിച്ചു. അപ്പൊ ഇനി എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള ആ ഒരു സ്ഥിതി ആയിപ്പോയി സുഹൃത്തുക്കളെ എനിക്ക്. എല്ലാരും പറയും ആൽക്കഹോളിക് അനോണിമസിൽ ഒന്നും രക്ഷപ്പെടാന്നൊക്കെ, പക്ഷെ എനിക്ക് അതിനും പറ്റിയില്ല. ഏൽ വന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും കുടിച്ച ആളാണ്. പിന്നീടാണ് ഞാൻ എവിടെയാണ് കൂടുതൽ ദിവസം നിർത്തിയത് നോക്കുമ്പോൾ ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഏത് മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്. പിന്നീട് ഈ ഒരു പ്രോഗ്രാം എന്താന്ന് മനസ്സിലാക്കി അതിലൂടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇത്ര ദിവസം ഇങ്ങനെ നിർത്തി ഇങ്ങനെ സന്തോഷകരമായിട്ട് പോകാൻ തോന്നിയത്. വേറൊന്നല്ല, ഇപ്പൊ ഞാൻ ആ പഴയ എന്നെ കാണിച്ചു തന്ന, എൻ്റെ കുടുംബം കാണിച്ചു തന്ന ദൈവത്തിനൊക്കെ എനിക്ക് നിഷേധിച്ചേ പറ്റുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒക്കെ പോയിട്ട് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. അതായത് അവിടെ ഒന്നും ഞാൻ പോയിട്ട് പള്ളിയിൽ, എൻ്റെ അച്ഛനൊക്കെ പള്ളിയിൽ പോയിട്ട് കള്ളുകൂടി നിർത്തി മരിക്കണവരെ കുടിച്ചില്ല. അപ്പൊ ദൈവവിശ്വാസമൊക്കെ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇതിലൊക്കെ തോറ്റുപോയതുകൊണ്ട് എനിക്ക് വലിയ കാര്യം ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം ആയി. അതായത് ഇതാണല്ലോ എനിക്ക് ജീവിതം തന്നത്. അതായത് ഇതിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പ്രോഗ്രാം എന്താന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് ഇതിൽ നിലനിൽക്കാൻ പറ്റിയത്. അപ്പൊ എനിക്ക് എന്താന്ന് പറഞ്ഞാല് ഇതാണ് ഏറ്റവും വലിയ ഒരു പരിപാടി. അതായത് എന്നെ ജീവനോടെ ഇപ്പൊ ഞാൻ നിന്ന് സംസാരിക്കുന്നതും ആൽക്കഹോളിക് അനോണിമസിലായിരിക്കുന്നുണ്ട്. അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി കള്ളുകൂടി വന്ന് നിർത്തിയിട്ടോ ഞാൻ വന്നു ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. എൻ്റെ അനുഭവ ശക്തിയും പ്രതീക്ഷയൊന്നും എനിക്ക് പങ്കുവെക്കാൻ പറ്റൂല. അപ്പൊ ഏലായിരിക്കുന്നതുകൊണ്ട് ഈ ആൽക്കഹോളിക് അനോണിമസ് ആണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം എന്നുള്ള കാര്യം എനിക്ക് ചിന്തയിൽ വന്നു. അങ്ങനെയാണ് ഞാനിതിനെ എന്താ പറയാ, അതും കുറെ റിലാപ്സിന്റെ ഒക്കെ ശേഷം കേട്ടോ. എന്താ പറയാ, അത്രമാത്രം ക്രിമിനൽ മൈൻഡാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇത് കേറൂല എനിക്കൊക്കെ. കാരണം ഞാൻ കുറെ ചിന്തിക്കും, അത് വേണോ ഇത് വേണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ച് ലാസ്റ്റ് തോറ്റ് ചാകാൻ കിടക്കുമ്പോഴാണ് ശരി ഏതായാലും തന്നെ പോവാന്ന് പറഞ്ഞ് വന്നത്. തന്നെ വന്നിട്ട് പിന്നെ പടികൾ എന്താന്ന് വായിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് നിലനിൽക്കാൻ പറ്റിയത്. അതുവരെ നിൽക്കാൻ പറ്റിയില്ല. പണ്ട് വന്നിട്ട് കുടിച്ചു പോയ ആളാണല്ലോ. അപ്പോഴാണ് ആൽക്കഹോളിക് അനോണിമസ് എന്താണ് ഇത് ദൈവത്തിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള എൻ്റെ ഒരു ചിന്തയിൽ വന്നു. അതായത് ആൽക്കഹോളിക് അനോണിമസിലെ എന്താണ് ഇതില് ഒരു വലിയ ശക്തി ഉണ്ടല്ലോ ദൈവം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് നോക്കുമ്പോൾ ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഗോഡ് എന്ന് പറയുന്നതിന് ആൽക്കഹോളിക് അനോണിമസ് പറയുന്നത്. ഗുഡ് ഓർഡർലി ഡയറക്ഷൻ. അപ്പോൾ അതെന്താന്ന് നോക്കുമ്പോൾ ഒരു തമിഴിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ശരിയാണ് ഒരു വഴികാട്ടൽ എന്ന് പറയും. അതായത് എൻ്റെ ജീവിതത്തിനെ ഒരു വഴി കാണിച്ചു തരുന്ന ഒരു നല്ല ഒരു ഗുഡ് നല്ല ഓർഡർ ആയിട്ടുള്ള, അതായത് ശരിയായിട്ടുള്ള ഒരു 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 വഴി കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക് അനോണിമസിൽ കാണുന്ന ആ ഒരു ദൈവം എന്ന് പറയുന്നത് ഗുഡ് ഓർഡർലി ഡയറക്ഷൻ. അപ്പൊ ഇത് എന്താണ് ഈ ഒരു ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താന്ന് പറഞ്ഞാല്, ഞാന് പല പരിപാടികളൊക്കെ പോയിട്ട് ഇത് പള്ളിയിലൊക്കെ പോയ സമയത്തൊക്കെ എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുമ്പസരിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞു. അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് മെഴുകുതിരി വാങ്ങി കൊടുത്താൽ മതി, അവിടെ പ്രശ്നം കഴിയും. കാരണം കൈക്കൂലി കൊടുക്കുന്ന പോലെ ദൈവത്തിനൊക്കെ അങ്ങനെ ഒരു രൂപമായിട്ടാണ് കണ്ടത്. അതായത് ഒരു ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ താടി വെച്ചിട്ടുള്ള ഒരാള്, ഇങ്ങനെയാണ് ഞാൻ ഫോട്ടോ കണ്ടിട്ടൊക്കെ വളർന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രൂപമാണ്. ഏതോ പുറത്തുള്ള ഒരാളായിട്ടാണ് ഞാൻ ദൈവത്തിനെ കണ്ടത്. ചെറുപ്പം മുതലേ ഞാൻ കണ്ടത് പുറത്തുള്ള ഒരാളായിട്ടാണ്. ഞാൻ ദൈവത്തിനെ കണ്ടത്. എന്നെ കാണിച്ചതൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ദൈവം ആകാശത്തിലുണ്ട്, എന്താ പറയാ, സ്വർഗത്തിൽ പോവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിപ്പിച്ചതൊക്കെ
ഈ പുറത്ത് ഒരു മൂന്നാമത്തെ ഒരു മനുഷ്യനായിട്ട് അവിടെ എന്താ പറയാ, ഒരു വെളിയിൽ ഒരാളുണ്ട്, ദൈവം എന്ന് പറഞ്ഞ ആള്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇതായതുകൊണ്ട് എന്താന്ന് പറഞ്ഞാല്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ അത് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ഇപ്പോ എന്തെങ്കിലും കൊടുത്ത്, അതായത് കൈക്കൂലി പോലെ എന്തെങ്കിലും മെഴുകുതിരി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അന്നദാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം സോൾവ് ആകും. അതായത് അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് വളയ്ക്കുന്ന ദൈവമൊക്കെ ആയിരുന്നു ഞാൻ കണ്ടെത്തിയിരുന്നത് സുഹൃത്തുക്കളെ. പക്ഷെ അതൊക്കെ എത്രമാത്രം മണ്ടത്തരമായിരുന്നു എന്ന് ഇപ്പോൾ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതൊക്കെ ഞാൻ വെറും പൊട്ടത്തര ചെയ്തത്. അതൊന്നും അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എൻ്റെ ഉള്ളില്. എന്താ പറയുക, അങ്ങനത്തെ ഒരു ചിന്ത വന്നത് ഞാൻ അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇവിടെ എന്താണ് ദൈവം എന്ന് പറയുന്നത് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, എൻ്റെ മനസാക്ഷി. അതാണ് ദൈവം. ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ കണ്ടെത്തിയത് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എൻ്റെ മനസാക്ഷിയാണ് എൻ്റെ ദൈവം. അത് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ പണ്ട് ചാലക്കുടി ധ്യാനത്തിനൊക്കെ പോയപ്പോൾ അവിടെ പോയ പാടെ ഒരു ബോർഡിൽ എഴുതി വെച്ചത് കണ്ടത്, ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള. പിന്നെ ഒരു പാട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പാടും, എന്താണ്, ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂവിലും തേടേണ്ട നീ, കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു പാട്ട് എപ്പോഴും പാടും. അപ്പൊ അതിലും പറയുന്നത് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാ, എൻ്റെ ഉള്ളിലുണ്ട്. ഈ നമ്മളെ ഒരുപാട് എനിക്ക് സുഹൃത്തുക്കൾ, ഈ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് നമ്മൾ ഏല് തന്നെ, അപ്പൊ അവരൊക്കെ മലക്ക് പോകുമ്പോഴൊക്കെ അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ എന്താ തത്വമസ്യോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അത്ര. അതെന്ന് പറഞ്ഞാൽ നീ തേടുന്ന സാധനം നിന്റെ ഉള്ളിലാണെന്നുള്ളത്. ആൽക്കഹോളിക് അനോണിമസും അത് തന്നെയാ പറയുന്നത്, എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ പണ്ട് ഞാൻ ഇവരൊക്കെ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാൻ തേടുന്ന സംഭവം വേറെ പുറത്തൊന്നും തേടിയിട്ട് കാര്യമില്ല. ആകാശത്തോ കടലിന്റെ അടിയിലോ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഭൂമിയിൽ ഇവിടെ ഒന്നും അല്ല. എൻ്റെ ഉള്ളിലാണ് ഉള്ളത് ആ ഒരു വലിയ ശക്തി. അത് ഞാൻ കണ്ടെത്തണം. അത് കണ്ടെത്താന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ എൻ്റെ കൂടെയുണ്ട്, ജീവനായിട്ട് എൻ്റെ കൂടെയുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എത്ര ദിവസമായിട്ട്. അതുകൊണ്ടാണ് അതിൽ രണ്ട് ഐറ്റംസ് ഉണ്ട് ഉള്ളിൽ തന്നെ. ഒരു എന്താ പറയാ, വില്ലനും നായകനുള്ള പോലെ തന്നെ എനിക്ക് നല്ലത് ഏതാന്ന് നന്നായിട്ട് അറിയാം, ചീത്ത കാര്യം ഏതായെന്ന് നന്നായിട്ട് തന്നെ അറിയാം. ചെറുപ്പം മുതലേ അത് രണ്ടും എനിക്ക് അറിയാം. പക്ഷെ ഞാൻ എനിക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ചീത്ത കാര്യങ്ങൾ മൊത്തം ചെയ്യാണ്. അപ്പോഴൊക്കെ എൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന സാധനം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ജോൺസാ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്നുള്ളതൊക്കെ. പക്ഷെ ഞാനത് കേൾക്കൂല. ഞാൻ എൻ്റെ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് കേൾക്കുക. അപ്പോഴേ ദൈവം പറയുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടാത്തത് ചെയ്യാൻ പോയാലോ, അല്ല ഇപ്പൊ ഏതെങ്കിലും പെൺകുട്ടികളായിക്കോട്ടെ, എന്ത് കച്ചറ കേസായാലും അപ്പൊ എന്റെ മനസാക്ഷി പറയടാ അത് മോശമല്ലേ, ഭാര്യനെ ദ്രോഹിക്കണ പോലെ അല്ലേ എന്നൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പറയും തെറ്റ് ചെയ്യുമ്പോ. പക്ഷെ എന്റെ മനസ്സ് പറയും അത് കുഴപ്പമില്ല, ആരും അറിയണില്ലല്ലോ, കുറച്ചു നേരം സൂഹിക്കാം, കുറച്ചു നേരം എൻജോയ് ചെയ്യാന്നുള്ള ആ എനിക്ക് എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു സംഭവം എൻ്റെ ഉള്ളില് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ന് നിൽക്കാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ. ഇല്ലെങ്കിൽ അത് നിൽക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമാണ് എനിക്ക് തന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടൂല. വേറെ എവിടെ പോയാലും ഞാൻ ഈ മദ്യപാനം മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, മാത്രം മാറ്റി വെച്ചിട്ട് ഈ ഒരു ചിന്ത ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ അത് കണ്ടെത്തണം, നല്ലത് ഏതാണ് ചീത്ത ഏതാണ്. എന്റെ സുഖത്തിനും എന്റെ സന്തോഷത്തിനും വേണ്ടി ഒക്കെ നടക്കുന്നതൊക്കെ തിന്മ തന്നെയായിരിക്കും. നല്ല കാര്യമേ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിലൊക്കെ. ചെറുപ്പം മുതലേ ഞാൻ എന്താ പറയാ, എനിക്ക് സുഖിക്കണം. ഈ കുടി തുടങ്ങിയത് പോലും അങ്ങനെയാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്ക് എൻജോയ്, ആരും എന്തോ ആയിക്കോട്ടെ, കുടിച്ച് അങ്ങോട്ട് ആർമാദിക്കുക. എന്തോ ആയിക്കോട്ടെ, ആരും എന്തോ ആയിക്കോട്ടെ, എനിക്ക് നിറയണം, എപ്പോഴും എൻ്റെ ഗ്ലാസ് നിറഞ്ഞുകൊണ്ടേയിരിക്കണം, എനിക്ക് കുടിച്ചുകൊണ്ടേയിരിക്കണം, ഈ ഒരു ചിന്തയാണ്. അപ്പോൾ എനിക്ക് മറന്ന് ജീവിക്കുക. വേറെ ഒന്നിനും ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോഴും എൻ്റെ മനസാക്ഷി പറയുന്നുണ്ട് തെറ്റാണ് എന്നുള്ളത്. പക്ഷെ ഞാനത് അംഗീകരിക്കൂല, ഞാനത് കേൾക്കൂല. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയ ദൈവം എന്ന് പറഞ്ഞത്. അതാണ് ഗുഡ് ഓർഡർലി ഡയറക്ഷൻ. ഇത് എവിടെയാ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ എന്നെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ഫസ്റ്റ് പിന്നെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സ്പോൺസറുടെ ബാക്കിൽ പോയാൽ മതി ശരിയാവും, അല്ലെങ്കിൽ പടികളും പാരമ്പര്യങ്ങളും ബാക്കിൽ പോയാൽ മതി ശരിയാവും.
സംഭവം വായിച്ചിട്ടൊക്കെ ശരിയാകണമെങ്കിൽ പണ്ടേ ഞാൻ ബൈബിള് അത് ഇതൊക്കെ വായിച്ച സമയത്തേ ശരിയാകേണ്ടതായിരുന്നു. ശരിയായിട്ടില്ലല്ലോ. അപ്പോഴേ പറഞ്ഞു തരുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അവിടെ ചെറുപ്പം മുതലേ കുറേ കാര്യങ്ങളൊക്കെ നല്ലത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എൻ്റെ തലയ്ക്ക് കയറിയിട്ടില്ല. ഈ വായിച്ചിട്ടൊന്നും ഇത് കയറൂല. എൻ്റെ ഉള്ളിൽ ഇത് വരണം. എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. അല്ലാതെ കുറേ ബുക്ക് വായിച്ചുകൊണ്ടോ കുറേ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പോയി നടന്നുകൊണ്ടൊന്നും കാര്യമില്ല സുഹൃത്തുക്കളെ. എൻ്റെ കാര്യം കേട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം വേറെ എന്ത് എനിക്ക് അതൊക്കെ മറന്നു പോകും. അതായത് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അഭ്യാസത്തിനായതുകൊണ്ട് പെട്ടെന്ന് അത് മറക്കും. അതിനൊന്നും എൻ്റെ തലച്ചോറിൽ കയറില്ല. എനിക്ക് ഇഷ്ടമല്ല സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാണ്ടാവും. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൽക്കഹോളിക് അനോണിമസിലൂടെ ഞാൻ കണ്ടെത്തിയ ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ദൈവം അത് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എവിടെയും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചാകണ വരെ എൻ്റെ കൂടെ ഉണ്ട്. എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. എൻ്റെ മനസ്സും ഉണ്ട്, മനസാക്ഷിയും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസാക്ഷി പറയുന്നതാണോ കേൾക്കുന്നത്, എൻ്റെ മനസ്സ് പോകുന്ന പോക്കിലാണോ പോകുന്നത് എന്ന് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി. ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസവും ഞാനിത് ചിന്തിച്ചാൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഉള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ശക്തി. ആ ഒരു എന്താ പറയാ വലിയ ശക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് എല്ലാത്തിലും പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ബൈബിളിലായിക്കോട്ടെ, ഖുറാനോ, ഇനിയിപ്പോ ഈ ഭഗവത്ഗീതയോ, ഏത് മതപരമായിട്ടുള്ള പരിപാടി ആയിക്കാൽ അതൊക്കെ ആൽക്കഹോളിക് അനോണിമസിലുണ്ട്. ഇതിലുള്ളത് ഈ ഉള്ള ആൾക്കാർ കംപ്ലീറ്റ് മീറ്റിങ്ങിലുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ എല്ലാ ഇതിലുള്ള ആൾക്കാർ. ഇപ്പൊ ഒരു ഇതിന്റെ ആൾക്കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു പരിപാടിയായിട്ട് മാറും. പക്ഷെ ഇത് അങ്ങനെയല്ല. ആൽക്കഹോളിക് അനോണിമസ് ഈ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഒരു ആൽക്കഹോളിക് അനോണിമസിലുണ്ട്. എൻ്റെ ഒരു സുഹൃത്തൊക്കെ അതുപോലെ. അവർക്ക് ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്നാലും കുടിക്കാതിരിക്കുന്നുണ്ട്. അവൻ എന്തിലാ വിശ്വസിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുപോലെ എല്ലാ ആൾക്കാർക്കും പറ്റിയ ഒരു പരിപാടി ആൽക്കഹോളിക് അനോണിമസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ വേറെ ഒരു വഴി നോക്കിയിട്ട് നിർത്താൻ പറ്റാത്ത മദ്യപാന ശീലം എനിക്ക് ഇവിടെ മാറ്റാൻ പറ്റി. പിന്നെ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വലിയ ശക്തി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി സുഹൃത്തുക്കൾ. അതുണ്ട് എന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഒരു തെറ്റും ചെയ്യാൻ പോവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ദൈവമുണ്ട്, ജീവനായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ, എൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് അശുദ്ധമാക്കാൻ നോക്കൂല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന് മദ്യപിക്കൂല, ലഹരി വസ്തുക്കളൊന്നും വേണ്ട. കാരണം ഇതൊക്കെ പോകുമ്പോൾ എൻ്റെ ശരീരം അശുദ്ധമാകും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ എൻ്റെ ശരീരം കേടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ തരത്തിൽ അപ്പൊ എനിക്ക് സ്നേഹം തുടങ്ങും, സ്നേഹം വരും, സ്നേഹിക്കാനൊക്കെ തുടങ്ങും. അപ്പോ ഇല്ലെങ്കിൽ സ്നേഹമൊന്നും വരൂല. കാരണം എന്റെ ഇഷ്ടം നടക്കാതാകുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുക, അപ്പൊ വൈഫ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ, അത് വേറെ എന്തെങ്കിലും പരിപാടിക്ക്, വേണ്ടാത്ത പരിപാടിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇവള് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കാരണം എന്റെ ഹിതം നടക്കാണ്ട് പോവാണ് അവിടെ. അപ്പോൾ എൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളൊക്കെ പുറത്തേക്ക് വരും സുഹൃത്തുക്കൾ. എൻ്റെ സുഖം സന്തോഷത്തിന് തടസ്സമായിട്ട് എന്തുണ്ടെങ്കിലും എൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യം പുറത്തിലേക്ക് വരും. അപ്പൊ അതൊക്കെ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. ഇന്ന് ഓരോ ദിവസം എന്നെ പരിശോധിക്കാനും അതിനൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം ആട്ടോ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഏത് പൊട്ടനിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പരിപാടി. ഏത് മന്ദബുദ്ധിയായ ആൾ വരെ ആൽക്കഹോളിക് അനോണിമസിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മാറാൻ പറ്റും എന്നുള്ളതിൽ എന്താ പറയാ, ഞാൻ അത്രയും മന്ദബുദ്ധി ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഞാനൊക്കെ അത്രയും പൊട്ടത്തന്നായിരുന്നു, അത്രയും മന്ദബുദ്ധിയായിട്ട് പൊട്ടനായിട്ടിരുന്ന ആളാണ്. എനിക്കിന്ന് ചെറുതായിട്ടെങ്കിലും ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ എങ്ങോട്ടും തേടി പോകേണ്ട ആവശ്യമില്ല. ഞാൻ അരിത കടവുൾ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. ഇത് ചാകണ വരെ എൻ്റെ കൂടെ ഉണ്ട്. അല്ലാണ്ട് മറ്റേ കുറച്ച് ദിവസവും 6 മാസം ഒരു വർഷം അങ്ങനെയൊന്നുമല്ല. അത് എൻ്റെ ഒരു സ്പോൺസർ എപ്പോഴും പറഞ്ഞു തന്നൊരു കാര്യം. അതായത് തമിഴ്നാട്ടിലുള്ള ഒരു സുഹൃത്താണ്. സ്പോൺസർ ആക്കുന്ന മുമ്പേ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഈ ദൈവത്തിന്റെ കാര്യം. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ലാംഗ്വേജ്, ഒരു വാക്ക് എന്ന് പറഞ്ഞ ദൈവം മാത്രമായിരുന്നു. കാരണം അത്ര മാത്രം എന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നാ പറയാ ഞാൻ ദൈവം. ചെറുപ്പം മുതല് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒരു കുറച്ച് നടന്നു, പിന്നെ ഒന്ന് നടക്കാതൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ദൂഷിക്കും, പള്ളിക്കാരെ ദൂഷിക്കും. ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് സംസാരിച്ച പോലെ എന്താ പറയാ, നിരീശ്വരവാദി പോലെ. അതായത് പള്ളിയില്ല, ഒന്നുമില്ല, അതൊക്കെ വെറുതെയാണ്, അതൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കുറ്റം പറയുക. കാരണം ഞാൻ അംഗീകരിക്കാത്തതുകൊണ്ട് എനിക്ക് കാണുന്നതൊക്കെ കുറ്റമായിട്ട് തോന്നും.
അവിടെ അമ്പലം അതാണ് പ്രശ്നം, അവിടെ ഇതാണ് പ്രശ്നം, പള്ളിക്കാരൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്, അങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റം പറഞ്ഞ് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് അത്രയും എന്താ പറയാ ഇത് നഷ്ടപ്പെട്ടു പോയി. ദൈവവിശ്വാസം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ മാസം ഈ രണ്ടാമത്തെ പടിയെ കുറിച്ച് എங்களை ഇവിടെ വலிமை പൊരുந்திയ ശക്തി എങ്ങൾക്ക് മனத்தெளிவை അളിക്കക്കൂടും എன்ற നമ്പിക്കയ്ക്ക് വന്നോ എന്ന് പറഞ്ഞ ആ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ മാസം ഫുള്ള് സെർച്ച് ചെയ്യുന്നത്. അപ്പോ ഇതില് ആ ഒരു വലിയ ശക്തിനെ എനിക്ക് പണ്ട് മുതലേ, അതായത് ദൈവം എന്ന് പറഞ്ഞ വാക്കേ ഇഷ്ടമല്ല സുഹൃത്തുക്കളെ, സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെയായിരുന്നു ഞാൻ, എന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. ചെറുപ്പം മുതൽ കുറച്ച് നല്ല ഇതുണ്ടായിരുന്നു. പിന്നീട് എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാണ്ടായി. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ എനിക്ക് ദൈവത്തിന് തീരെ ഇഷ്ടമില്ലാണ്ടായി. അപ്പോഴും ഏല് വന്നിട്ട് ഇങ്ങനെ ദൈവവിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകുമെന്നാ ചോദിച്ചത്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ദൈവം കടവുൾ ഇരുന്നാ ഞാൻ ഇപ്പിടി ആകുമെന്നാണ് ചോദിച്ചു. ഇങ്ങനെ ആകാൻ വഴിയില്ല, കാരണം കടവുൾ എന്നെ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയും. ദൈവത്തിന്റെ മേലെ പഴി ചുമത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് പുറത്തുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കുക. വേറൊരാള് അവിടെ ഉണ്ട്, അയാൾ എന്നെ കുറിച്ച് ഇങ്ങനെ ആക്കി വെച്ചിക്കണ്, എന്നെ ഇങ്ങനെ ആക്കിക്കണ്, അയാള് എന്താ മേലെന്ന് എന്താ എന്നെ ഇതാക്കുന്നുണ്ട് അതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാന് അങ്ങനെ പറഞ്ഞു നടന്ന ആളാ സുഹൃത്തുക്കൾ. അപ്പോഴാണ് അയാള് എന്റെ മനസ്സിൽ ദൈവത്തിന്റെ വിശ്വാസം വളർത്തി തന്നത് ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അത് ഞാൻ കുറെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം, വേറെ ഒന്നുമല്ല. എന്റെ കൈ എടുത്തിട്ട് ഹാർട്ടിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ ടപ്പ് 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 എന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അതായത് ഹാർട്ട് ഇങ്ങനെ തുടിക്കുമല്ലോ. ആ അതാണ് ദൈവം എന്ന് പറഞ്ഞു മൂപ്പര് ഒറ്റടിക്ക്. അത് ചാകണ വരെ നിന്റെ കൂടെ ഉണ്ടാവും, നീ മരിക്കുമ്പോ അത് പോകും. അതായത് നീ മരിക്കുമ്പോ ഹാർട്ട് ഒച്ച വരൂല, അതുവരെ അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, ഇനി അത് കുറച്ച് 2 മിനിറ്റ് റെസ്റ്റ് എടുക്കൊന്നുമില്ല, എപ്പോഴും തുടിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ടെപ്പ് 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 എന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. നീ എന്ത് പണി ചെയ്താലും ചെയ്തില്ലെങ്കിലും എങ്ങനെ കിടന്നാലും നീ അത് അടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ദൈവം, അത് നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നാണ്. പിന്നെ ആ ഒരു വലിയൊരു സത്യമാണായിട്ട് എനിക്കത് തോന്നി. സത്യമാണ് അത്. ഞാനിപ്പോ മിണ്ടാതിരുന്നാലും അത് തുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ആൽക്കഹോളിക് അനോണിമസിൽ വന്നപ്പോ എന്റെ പഴമക്കാരൊക്കെ പറഞ്ഞു തന്നപ്പോ സുഹൃത്തുക്കളെ, എനിക്ക് ആ ഒരു വിശ്വാസം വന്നു കേട്ടോ. ആ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ആ ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് എനിക്ക് വരാൻ പറ്റി. അതുകൊണ്ട് ഞാൻ ഇതിനെ മുറുകെ പിടിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ. കാരണം എല്ലാത്തിനുള്ള സൊല്യൂഷൻ അതിലുണ്ട്. വെറുതെ കള്ളുകൂടി നിർത്തുക എന്നുള്ളത് മാത്രമൊന്നും അല്ല. കള്ളുകൂടി നിർത്താന്നല്ല, കള്ളുകൂടി നിർത്തുക എന്ന് പറയുന്നത് അതേ അല്ല ഇതിന്റെ, അത് കേറി വരാൻ വേണ്ടിയിട്ട് പറയാന്ന് മാത്രമേ ഉള്ളൂ. കുടി നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ മക്കളെ, വരി എന്ന് പറയാന്നല്ലാണ്ട് ഇവിടെ വന്നതിന് ശേഷം ഐറ്റംസേ വേറെയാണ്, പരിപാടി പ്രോഗ്രാമേ വേറെയാണ്. അതായത് കുടിക്കണതല്ല പ്രശ്നം, എന്തുകൊണ്ട് കുടിക്കുന്നു എന്നുള്ള കാരണത്തെ കണ്ടെത്തി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതിന് മെയിൻ കാരണം ഇതാണ്. ഈ രണ്ടാമത്തെ നമ്മൾ ഫസ്റ്റത്തെ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനനാണെന്ന് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തേടേണ്ട ആള് ദൈവത്തിനെയാണ്. കാരണം അയാളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് എവിടെയുള്ളത്? നിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് എന്റെ ഉള്ളിൽ ഇതുണ്ട്, ഞാനത് പറയുന്നത് കേട്ടാ മതി. ഇപ്പൊ ബാറ് പോവാണെന്നുണ്ടെങ്കിൽ എന്റെ മനസാക്ഷി പറയും, ജോൺസ് ഇത്രയും ദിവസം കുടിക്കാതിരുന്നില്ല, എന്നെ കുടിച്ചത് ഭയങ്കര മോശമാണ്, ഇന്ന് കുടിക്കരുത്, അത് നിന്റെ ഭാവിനെ മാത്രമല്ല നിന്നെ തന്നെ കൊല്ലുന്നു എന്റെ മനസാക്ഷി പറയൂ. അപ്പോഴും എന്റെ മനസ്സ് പറയും കുഴപ്പമില്ല, രണ്ടെണ്ണൊക്കെ അടിക്കുക, രണ്ടെണ്ണൊക്കെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആരും അറിയില്ല എന്ന് എന്റെ മനസ്സ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഞാൻ ഏതാ കേൾക്കേണ്ടത്? എനിക്ക് കൂടുതൽ താല്പര്യം എന്റെ മനസ്സ് പറയുന്നത്, കാരണം എനിക്ക് സുഖം കിട്ടും, അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും, നല്ല ഇതാകും എന്നുള്ള ആ ചിന്ത എന്നെ വീണ്ടും ഇതിലേക്കാണ്. അപ്പൊ അത് മനസാക്ഷി മാറി, അവിടെ വേറെ അത് പ്രവർത്തിക്കുന്നില്ല. എന്റെ മനസ്സ് പോണ പോക്കിൽ, മണം പോണ പോക്കിൽ പോവുക എന്ന് പറയുന്ന പോലെ എന്റെ മനസ്സ് പോയ പോക്കിൽ പോയിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു ഗതിയിലായിപ്പോയി. അതായത് അത്രമാത്രം നരകിച്ച ഒരു ജീവിതം ആയി പോകാൻ കാരണം എന്റെ മനസ്സ് പോയ പോക്കിൽ പോയതുകൊണ്ട്. അന്നേ മനസാക്ഷി പറയുന്നത് പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് നടക്കായിരുന്നു. പക്ഷെ മനസാക്ഷി എന്താന്ന് ഇവിടെ വന്നപ്പോഴല്ല അറിഞ്ഞത്. പണ്ടൊക്കെ മനസാക്ഷി ആവത് മണ്ണാൻ കട്ടിയാവതെന്ന് പറയാം, ഒന്നും അങ്ങനത്തെ സംഭവമേ ഇല്ല എന്നാ പറയാൻ. ഒരു കുറ്റബോധം. അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വേണ്ടാത്ത എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് എന്റെ മനസ്സിൽ കുറ്റബോധം, പക്ഷെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് തെറ്റായി പോയി, സോറി ചോദിക്കണം, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. പണ്ട് അതൊന്നുമില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ രാജാവ്, ഞാൻ തന്നെ എല്ലാം. കാരണം ഞാൻ പറയണതാ ശരി, ഞാൻ എന്ന അഹംഭാവം. അങ്ങനത്തെ ഒരു വലിയ ഒരു
സ്വഭാവത്തിന്റെ ഒരു എന്താ പറയാ വൈകല്യത്തിന്റെ ഒരു ഉടമയാണ് സുഹൃത്തുക്കൾ ഞാനൊക്കെ. അപ്പൊ അങ്ങനെ എന്താ പറയാ താന്തോന്നിത്തനായിട്ട് ജീവിച്ച ഈ ജോൺസന് വേറെ എവിടെ പോയിട്ട് എനിക്കും ഇതൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു മാറ്റമൊന്നും എവിടെ പോയിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരുപാട് ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട് ഞാൻ. എൻ്റെ വീട്ടുകാരൊക്കെ കൂട്ടിയിട്ട് എന്നെ നന്നാക്കാൻ വേണ്ടി പല പരിപാടി നോക്കി. ലാസ്റ്റ് ഇവരെന്താ ചെയ്തത്? ഒഴിവാക്കി എന്നെ. തമിഴ് തണ്ണി തെളിച്ച് വിട്ടാച്ചെന്ന് പറയും. അങ്ങനെ പോയിക്കോ, ഇനി കുടിക്കുക മരിക്കുക എന്താച്ചാ ചെയ്തോ, ഇനിയിപ്പോ നീ നന്നാവൂല എന്ന് പറയില്ല, അതുപോലെ അങ്ങനെ ആക്കി. കാരണം ഞാൻ അങ്ങനെ ആക്കി കളഞ്ഞു അവരൊക്കെ. കാരണം അവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നൊന്നും ആരും എനിക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത് തോറ്റുപോയ ആൾക്കാരാ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒന്നും ആർക്കും വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഇപ്പം ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഇപ്പൊ അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മേൻ്റെ കൂടെ കുറെ നേരം ഇരുന്നു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയാ കാലുവേദന എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കാലെടുത്ത് മേലെ അതിന്റെ അമ്മേന്റെ ആ ചെറിയ കാലിന്റെ അവിടെ താഴെ ഇങ്ങനെ വെച്ച ഒരു സുഖമുണ്ട് പറഞ്ഞു. അങ്ങനെ വേദനിക്കാതിരിക്കുന്നു. അപ്പൊ കുറച്ച് നേരം അങ്ങനെ വെച്ച് ചോറൊക്കെ കൊണ്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞ മീറ്റിങ്ങിൽ രണ്ടു വാക്ക് പറയാനും വിളിച്ചേക്കണ്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞു. കുറച്ചപ്പുറത്ത് ഒരു ഇതുണ്ട്, അവിടെ വന്നിരുന്നതാണ്. അപ്പോ ഇവരൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട്. നടന്നില്ല. പക്ഷെ ഞാൻ എന്നെ മനസ്സിലാക്കാത്തോളത്തോളം കാലം എനിക്ക് നന്നാകാൻ പറ്റൂല. ഞാനിത് ഇങ്ങനെ തേടി 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 നടന്നിട്ട് എന്താ കാര്യം? ഒക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ അത് ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഞാൻ പുറത്ത് മൂന്നാമത്തെ ഒരാളെടുത്ത് തെരഞ്ഞു നടക്കുകയാണ്. അവിടെ കിട്ടും, ഇവിടെ കിട്ടും. ആ അമ്പലത്തിൽ പോയാൽ അവിടെ കയറ് കെട്ടിയാൽ നന്നാവും, ഇവിടെ കയറ് കെട്ടിയാൽ ശരിയാവും. കയ്യിലേക്ക് ചരട് കെട്ടിയാൽ ശരിയാവും. അല്ലെങ്കിൽ അവിടെ ഒരു 9 എന്താണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച നോമ്പ് പോലത്തെ ഒരു പ്രാർത്ഥന ഉണ്ട് ഒരു പള്ളിയിൽ. അവിടെ 9 ഞായറാഴ്ച കണ്ടിന്യൂ പോയാൽ ശരിയാവും. ചിലവർക്ക് അതൊക്കെ വർക്ക് ചെയ്തിരിക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്നൊന്നും അറിയില്ല. എനിക്ക് വർക്ക് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ചില ആൾക്കാർ നിർത്തി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവിടെയൊന്നും, കാരണം എനിക്ക് വർക്ക് ചെയ്ത സ്ഥലത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വർക്ക് ചെയ്തത് ആൽക്കഹോളിക് അനോണിമസിലാണ്. വേറെ എവിടെ പോയിട്ടും ഏത് ഇതിൽ പോയിട്ടും എനിക്ക് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ അങ്ങനെ നിൽക്കുന്നല്ലാണ്ട് കണ്ടിന്യൂ നിൽക്കൂല. അതും എന്തിനാ മറ്റുള്ളവർ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയല്ലോ എത്ര ദിവസം, അപ്പൊ അവരൊന്നും വിചാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്താന്നല്ലാണ്ട് മനസ്സിലാക്കി നിർത്തിയ സ്ഥലം, എന്നെ ഞാൻ മനസ്സിലാക്കി നിർത്തിയ സ്ഥലം ആൽക്കഹോളിക് അനോണിമസിന്റെ കൂട്ടായ്മയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഒന്നും മനസ്സിലാകാണ്ട് കുറച്ച് ദിവസം നിൽക്കും. അങ്ങനെ നിന്നതാണ്. കാരണം അവിടെയൊക്കെ അങ്ങനെ ആയിരുന്നു. എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് എന്നെ ആരും ഉപദേശിക്കാൻ പാടില്ല. അത് എനിക്ക് തീരെ പിടിക്കൂല. അതായത് എന്നെ ആരും ചോദ്യം ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഇഷ്ടത്തിന് വിടണം. അങ്ങനത്തെ ഒക്കെ ഒരു മനസ്സായിരുന്നു എനിക്ക്. അപ്പൊ ഇത് ഈ കള്ളുകൂടി നിർത്താനോ വേറെ എന്തിനൊക്കെ ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ഉപദേശങ്ങളാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ട് 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 അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കും എനിക്കൊക്കെ. അപ്പൊ എന്താക്കും, ആ ശരി അതായത് ഇവര് പറഞ്ഞല്ലേ പറഞ്ഞ് കുറച്ച് ദിവസം നിൽക്കും, പിന്നെ ഇതൊക്കെ മറന്ന് വീണ്ടും കുടിക്കും. ഇവിടെയോ നമ്മൾ ആൽക്കഹോളിക് അനോണിമസിൽ ഒരാള് ജോൺസാ നീ കുടിക്കണ്ടെന്നൊന്നും ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ മീറ്റിങ്ങിന് ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന എൻ്റെ ആ പഴമക്കാരൻ, 90 ദിവസം 90 മീറ്റിംഗ് ഉണ്ട്, പ്രയർ ടു പ്രയർ വന്ന് ഉட்கார்ந்து പാറ്, അത്രേ ഉള്ളൂ. ഉட்கார்ந்து പാറെന്ന് പറഞ്ഞു, ഇരുന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടാ ഇരുന്നാ മതി. 90 ദിവസം 90 മീറ്റിംഗ് പ്രയർ ടു പ്രയർ വന്നിരിക്കണം, അത്രേ ഉള്ളൂ. ഇരുന്ന് നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇരുന്ന്, അല്ലെങ്കിൽ പോയി കുടിക്കടാന്നാ പറഞ്ഞേ. അതെനിക്ക് ഭയങ്കര, ആ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ കുടിക്കരുത് 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 എന്ന് കേട്ട് കേട്ട് കേട്ടുള്ള സമയത്ത് ഏല് വന്നപ്പോ പറഞ്ഞ കാര്യം ഒരുത്തന്, 90 ദിവസം 90 മീറ്റിംഗ് വന്ന് നിൽക്കി, ഇഷ്ടപ്പെട്ടാ ഇരുന്നോ അല്ലെങ്കിൽ പോയി കുടിച്ചോന്നാ പറഞ്ഞു. കുടിക്കുക മരിക്കുക എന്താ വെച്ചാ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോ ശരി, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഓക്കെ കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എങ്ങനെ വീണ്ടും കുടിച്ചാലൊന്നും പറയില്ലല്ലോ എന്നുള്ള ആ ഒരു അത് ഇഷ്ടപ്പെട്ടു. പിന്നീട് കുറച്ച് ദിവസം, അതായത് 90 ദിവസം ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. റിലാപ്സിന്റെ ഒക്കെ ശേഷം വന്നപ്പോ അത്ര കുറച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ ഞാൻ എൻ്റെ ഉള്ളിലാണ് തിരയേണ്ടത്, പുറത്തേക്കൊന്നും അല്ല. ഞാൻ ഈ കണ്ണുകൊണ്ട് ദൈവത്തിനൊക്കെ പുറത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇവിടെ എവിടെ എവിടെ എന്നൊക്കെ. അപ്പൊ പറഞ്ഞത് അതല്ല ജോൺസൺ, നിന്റെ കണ്ണടച്ച് ഉള്ളിലേക്ക് തിരയടാന്ന് പറഞ്ഞ്. നിന്റെ ഉള്ളിൽ നോക്ക്, ഉണ്ട് സാധനം എന്ന്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ കണ്ടെത്തിയ ഒരു വലിയ ശക്തി എൻ്റെ മനസാക്ഷിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എവിടെ പോയിട്ടും മനസ്സിലാക്കാത്ത ആ ഒരു കാര്യം, 5 പൈസ എന്റെ ചെലവില്ലാണ്ട്
ഒരാളെ ഉപദേശം ഇല്ലാണ്ട്, ഒരാളെ നിയന്ത്രണം ഇല്ലാണ്ട് ഇപ്പൊ നിയന്ത്രിക്കണ എന്റെ മനസാക്ഷി തന്നെ. വേറെ ആരും എന്നെ നിയന്ത്രിക്കുന്നില്ല. വേറെ എല്ലാവർക്കും നമ്മളൊന്ന് കീഴ്പ്പടിഞ്ഞ് നടക്കാന്നുള്ളൂ, അല്ലാണ്ട് ഒന്ന് ഇതായി നടക്കാന്നല്ലാണ്ട് ഞാന് എന്നെ ഇപ്പൊ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊന്നും പറയാനുള്ളൂ. ഞാൻ എനിക്ക് എന്റെ മനസാക്ഷിക്ക് വിരോധമായിട്ട് ഞാൻ പ്രവർത്തിക്കാണ്ട് മുന്നോട്ട് ജീവിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. എന്നാൽ ഇപ്പോഴും കുട്ടികളുടെ കൂടെ പള്ളിയിൽ പോകും, അതൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ട് പോയ പോലെ തന്നെ പോയി വരലോ അതൊക്കെ ഉണ്ട്. കാരണം അതിലൊന്നും ഞാൻ അവരെ മുടക്കലോ അല്ലെങ്കിൽ അതൊന്നും നോ പറയാലൊന്നും ഇല്ല. അവരെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ. അതൊന്നും അവരെന്താണോ കണ്ടിരിക്കുന്നത് അവരെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. എല്ലാവരും അവരവരെ മനസ്സിന് പോലെ ഇഷ്ടപോലെ അവര് ദൈവത്തിനെ കണ്ടെത്തിയിട്ടുണ്ടാവും, അത് മതി. പക്ഷെ എനിക്ക് വർക്ക് ചെയ്തത്, എന്നെ ഒരു മനുഷ്യനാക്കി തന്നത് ഈ ഒരു വിശ്വാസം. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ താ രാജ ഞാൻ താ മന്ത്രി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആൽക്കഹോളിക് അനോണിമസിൽ എല്ലാം എല്ലാം ഫ്രീ ആയിട്ട് വിട്ടുകയാണ്. അല്ലാതെ കെട്ടിയിട്ടോ പൂട്ടിയിട്ടോ വാതിൽ പൂട്ടിയിട്ടിട്ടോ ഒന്നുമല്ല. ഫ്രീ ആയിട്ട് മക്കളെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നെ എന്താ പറയാ എപ്പോഴും പറയുന്ന പോലെ അനസ്തേഷ്യ ഇല്ലാതെ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രശ്നങ്ങളും എന്റെ കാര്യങ്ങളും എന്റെ വൈകല്യങ്ങളും എന്റെ തെറ്റിദ്ധാരണകളും ഞാൻ പണ്ട് എങ്ങനെ ചിന്തിച്ചു ഇപ്പൊ എങ്ങനെ ചിന്തിക്കുന്നു എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയർ ആക്കിയിട്ട് എനിക്ക് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതാണ് ഈ 4ാമത്തെ സ്റ്റെപ്പിലൊക്കെ ഞാൻ എന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അത്രമാത്രം വൈകല്യവും മോശപ്പെട്ട മനുഷ്യനാണ് ഞാൻ. അപ്പോ ഇതൊക്കെ നന്നാക്കേണ്ടത് ഞാൻ ആ ഒരു വലിയ ശക്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് എൻ്റെ മനസ്സാക്ഷിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാനിത് ശരിയാക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വിരോധമായിട്ട് ഞാൻ പ്രവർത്തിക്കാണ്ടിരുന്നാൽ മാത്രം മതി. അത് തന്നെയാണ് 12 പടി ഇതൊക്കെ പറയുന്നത്, വേറൊന്നല്ല. അല്ലാണ്ട് എന്താ പറയുക, ഇതൊക്കെ വായിച്ച് മനപ്പാടാക്കി കരഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ ഇത്രാമത്തെ പേജ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനൊന്നും, നമുക്ക് കുറച്ച് കാര്യങ്ങള് ബുക്കിലുള്ള കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെ കുറച്ച് മനസ്സിലുണ്ടെന്നല്ലാണ്ട് ഇത്രാമത്തെ പേജ് അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. അത് ഓരോരോ ആൾക്കാരെ ടാലന്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനത്തതൊന്നും അറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. കാരണം എന്ത് പ്രശ്നം വന്നാലും ജീവിക്കണം. ആൽക്കഹോളിക് അനോണിമസിലൂടെ പോവുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റും. എന്ത് സങ്കടം ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ. എന്താ പറയുക, മദ്യാസക്തന് ഇനിയും ഞാനൊക്കെ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ കൂടിയത്. അതിന്റെ മുമ്പ് വരെ എനിക്ക് ഇത്ര പ്രശ്നങ്ങളില്ലേ. കുടിച്ച് അവിടെ ഇവിടെ കിടക്കും, അങ്ങനെ എങ്ങനെയൊക്കെ ആവും എന്നല്ലാണ്ട് വന്നതിന് ശേഷം സ്വബോധത്തോടുകൂടി പ്രശ്നം നേരിടാൻ പറ്റുന്നില്ല. മറ്റത് കുടീന്റെ മറവിൽ ഒളിഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ സുബോധവാനായിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകേണ്ട ഗതിയാണ്. അതായത് എല്ലാത്തിലും ഞാൻ പോയി തലയിടൻ, അതായത് ഇങ്ങനെ എന്തായാലും പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. പണ്ടത്തെ പോലെ ഒളിച്ചോടാനൊന്നും പറ്റൂല. അപ്പോ പച്ചക്ക് എല്ലാ കാര്യങ്ങളും നേരിടണമെങ്കിൽ എൻ്റെ മൈൻഡ് സുബോധവാനായിരിക്കണം. അത് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ നല്ലൊരു കോൺസെപ്റ്റ് വേണം. എന്നാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ കുടി മാത്രം നിർത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സ് തളരും. എന്നിട്ട് ഞാൻ വീണ്ടും പോയി കുടിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിപ്പോയിട്ടാണ് ഞാൻ പണ്ടൊക്കെ കുടിച്ചത്. എന്താ ചെയ്യാ, ഇവിടെ വന്നിട്ട് ഒരു നിമ്മതി ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയി കുടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇന്നൊക്കെ അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയണം. അതായത് എന്താ പറയാ, അത്രമാത്രം എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രോബ്ലംസ് എന്ത് വന്നാലും ഏതും നിരന്തരമല്ല, ഇതും കടന്നു പോകുന്നുള്ള ആ ഒരു വിശ്വാസം മാറിപ്പോകുന്നുണ്ട്. ഇടയ്ക്ക് വരും മാറും, ഇടയ്ക്ക് വരും മാറും. അതങ്ങനെ തന്നെ ഈ മറ്റെന്താ തിരമാലകൾ വരുന്ന പോലെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതാവസാനം വരെ അതുണ്ടാവും. പക്ഷെ തളരാണ്ട് മുന്നോട്ട് പോകാൻ പ്രോഗ്രാം. വേറെ ഒന്നും എനിക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം വേറെ ആരെ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഓരോരോ ആൾക്കാരെ ദൈവമായിട്ട് കണ്ടിട്ടൊക്കെ ഓരോരോ ആൾക്കാരെ ദൈവമായിട്ടൊക്കെ ഞാൻ പൂജിച്ച പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അതൊക്കെ എൻ്റെ ഒരു അറിവില്ലാത്ത ഇതാണ്, വേറൊന്നുമല്ല. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചതൊക്കെ അങ്ങനെയാണ്. ആരെങ്കിലൊക്കെ വന്ന് ഇങ്ങനെ മാജിക് പോലെയൊക്കെ മാറ്റി തരും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പണ്ട് ബൈബിൾ കഥകളിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ തൊട്ട് ഇതാക്കണ പോലെയൊക്കെ ആരെങ്കിലും പെട്ടെന്ന് വന്ന് എന്നെ സൗഖ്യമാക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച ആളാണ്. ഒന്നും നടക്കാതെ എല്ലാം ഞാൻ മനസ്സിലാക്കി ഞാൻ തന്നെയാണ് ശരിയാക്കേണ്ടത്. വേറെ ഒരാളുണ്ട്. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു വലിയ ശക്തി എൻ്റെ കൂടെ ഉണ്ട്. അത് പറഞ്ഞു തരും. അത് പ്രകാരം, അതാണ് ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ കണ്ടെത്തിയ വലിയ ശക്തി. അപ്പോൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ആരും ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല.
ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ, പണ്ടൊക്കെ ഞാൻ സ്പോൺസർ എന്ന് പറഞ്ഞ ആള് വിളിച്ച് 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 ഓരോന്ന് ചോദിക്കും, ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടോ ഇങ്ങനെ ചെയ്യാൻ പാടോ എന്ന്. എനിക്കേ അറിയാം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്റെ ഉള്ളിൽ പറയൂ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും. അതായത് ഒരു വേണ്ടാത്തതെന്ന് പറഞ്ഞാല് നല്ല ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ ഒരു എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. ഒരു വണ്ടി എടുക്കണം, അതായത് എനിക്ക് അല്ലെങ്കിലേ കടങ്ങൾ ഉണ്ടാവും, അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഒരു വണ്ടി വന്നിക്കണം അത് വാങ്ങണം. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് വാങ്ങിയാല് കടം കൂടുതലാവും, എന്നാലും സ്പോൺസർ എടുത്ത് ചോദിച്ചു നോക്കാം എന്താ പറയാന്നുള്ളത്. മൂപ്പര് ഒറ്റയടിക്ക് പറയും വാങ്ങണ്ട പറയും. അപ്പൊ എന്റെ ഉള്ളിൽ ആദ്യം പറയുന്നുണ്ട് വാങ്ങരുത് ജോൺസൺ, വാങ്ങിയ പിന്നെയും കടം. പിന്നെ മനസ്സിങ്ങനെ പറയും സാറില്ല എത്ര കടമായാലും കുഴപ്പമില്ല വാങ്ങുന്നു ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുണ്ടാവും. അപ്പൊ മൂപ്പരെടുത്ത് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ മൂപ്പര് ഒരു ഒറ്റയടിക്ക് അത് പ്രശ്നമാവും, എന്തിനാ വെറുതെ പിന്നെയും ഇതായിട്ട് ഇതാണ്, അതായത് സുബോധം നഷ്ടപ്പെടും. അതായത് കുടിക്കാതിരിക്കാന്ന് മാത്രമല്ലല്ലോ, ഭ്രാന്തനായിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ കടം കൂടിയിട്ട്. അപ്പോ അവര് അങ്ങനെ പറയും. പക്ഷെ എനിക്ക് ഓൾറെഡി അറിയാം മൂപ്പര് അങ്ങനെ പറയുന്നുള്ളു. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കും എന്തെങ്കിലും, ചിലപ്പോൾ സപ്പോസ് വാങ്ങിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നടക്കൂല. അപ്പൊ അതുപോലെ അതിന് മുമ്പേ മൂപ്പരെ ചോദിക്കണ മുമ്പേ എന്റെ മനസാക്ഷി പറയും വേണ്ടാന്നുള്ളത്. പക്ഷെ ഞാനത് അംഗീകരിക്കൂല. ഇന്ന് അംഗീകരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ വർഷത്തെ ഇപ്പൊ ഒരു മാസം കൂടി കഴിഞ്ഞാൽ 7 വർഷത്തിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വർഷങ്ങൾ കൂടുക എന്നുള്ളതല്ല, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. വർഷങ്ങൾ 18 വർഷമായിട്ടൊക്കെ റിലാപ്സ് ആയ ആൾക്കാരൊക്കെ വയനാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോരോ ആൾക്കാർ പറയുന്നു അയാൾ 18 വർഷമായി, 18 വർഷം കഴിഞ്ഞിട്ട് കുടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ 18 വർഷത്തിൽ എന്താ മനസ്സിലാക്കിയതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊക്കെ കുറച്ച് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിലൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റി. ഇത് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. അതായത് എന്താണ് ഞാൻ ഇതിൽ കണ്ടെത്തേണ്ടത്, കുടി നിർത്തിയാൽ മാത്രം മതിയോ, അത് റിലാപ്സ് ഇപ്പൊ 2013 മീറ്റിംഗ് കിട്ടിയിട്ട് 19 വരെ ഇതിൽ കളിച്ചിക്കണ്. അതായത് 6 വർഷത്തോളം അങ്ങട്ടും ഇങ്ങട്ടും വേണോ വേണ്ടേ വേണോ വേണ്ടേ. എന്റെ ആറ്റിലും ഒരു കാല് ചേറ്റിലും ഒരു കാല് ഇതിൽ നടക്കൂലല്ലോ. അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ കുടിച്ചു മരിക്കുക, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ നിയന്ത്രിച്ച് കുടിച്ചൂടെ, അല്ലെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ച് 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 കുടിച്ച് കുടിച്ച് നോക്കിയതാ ഈ 6 വർഷം. അപ്പൊ നോക്കുമ്പോ ഈ അഴിക്കും തോറും മുറുകി പോകുന്ന കുരുക്ക് പോലെ പിന്നെയും 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 പ്രശ്നങ്ങൾ തന്നെ. എത്ര ശരിയാക്കിയിട്ട് ശരിയാകുന്നില്ല. അങ്ങനെയാണ് അവസാനം കീഴടങ്ങേണ്ടി വന്നത്. മരണത്തിന്റെ മുമ്പ് കീഴടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ മുമ്പ് ദൈവം ഏതായാലും ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ വീണ്ടും കയറി വന്ന് ആ പ്രോഗ്രാം എന്താന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി സുഹൃത്തുക്കളെ. കാരണം ആ ഒരു വലിയ ശക്തി എന്ന് പറയുന്ന സാധനം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എന്തിനാണ് ജോൺസൺ നീ പേടിക്കേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ പറയാനൊക്കെ എനിക്ക് എന്താ പറയാ ആ ഒരു മൈൻഡൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ പിന്നെ അതിനെ കുറിച്ച് എന്താ പറയാ പുറത്തേക്കൊക്കെ നോക്കുന്നില്ല, പുറത്തേക്ക് പോയിട്ട് അവിടെ ഇവിടേക്കും തിരയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒന്നും തിരയേണ്ട ആവശ്യമൊന്നും ഇല്ല ദൈവത്തിന്. അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞിട്ട് എങ്ങനെ എൻ്റെ ഉള്ളിലുള്ള സാധനം ഞാൻ പുറത്ത് തെരഞ്ഞിട്ട് എന്താ കാര്യം, എന്താ എവിടെ കിട്ടുക, എൻ്റെ ഉള്ളിലുള്ളതാണല്ലോ അത്. അപ്പൊ അവിടെയാണ് ഞാൻ കണ്ടെത്തുന്നത്. അതിന്റെ അതിന്റെ ഉള്ളില് എൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എനിക്ക് സ്നേഹവും സന്തോഷവും കാരുണ്യ മനസ്സും ഇതൊക്കെ വരണം. അതല്ലാണ്ട് ഞാൻ ഈ ദേഷ്യവും അസൂയയും രണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഉള്ളില്. അപ്പൊ ഈ രണ്ടാമത്തേതിലാണ് ഇത് എന്താണ് ഈ അസൂയ പിടിച്ച് നടക്കുക, ദേഷ്യം പിടിക്കുക, വേണ്ടാത്ത ചിന്തകള്, ഇതൊക്കെ ഒരു സെക്ഷനാണ്. അതൊക്കെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അവസാനം അത് കുടിയിലേക്കും കൊണ്ടുപോകും. പിന്നെ നല്ലത് കുറെ ഉണ്ട്. സ്നേഹിക്കുക, അച്ഛൻ ഭാര്യ മക്കളോട് കൂടി സന്തോഷമായിട്ടിരിക്കുക, അവരെ കരുതുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ഇതൊക്കെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടം ഇതാണ്. കുറ്റം പറയണം, അവരെ ഇതാക്കണം, ഇതാക്കണം, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ അതിനുള്ള അടി കിട്ടിക്കൊണ്ടേയിരിക്കും, എത്ര വർഷമായാലും കിട്ടിക്കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ മാറ്റം. അപ്പൊ അത് ഇന്നില്ല കേട്ടോ. ഇന്ന് അതൊന്നൊക്കെ മാറി. കാരണം എനിക്ക് മനസ്സിലായിക്കണം ഉള്ളില് ഇത് ചെയ്തു കഴിഞ്ഞാൽ അടി കിട്ടും എന്നറിയാം. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ പിന്നെ എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം. നമ്മളെ പഴമക്കാരൊക്കെ പറയും വേലിയിൽ കിടക്കുന്ന പാമ്പ് എടുത്ത് വേട്ടിയിൽ വിട്ടിട്ട് അവിടെ കുത്തുണ്ട് ഇവിടെ കൂടെ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ അതുപോലെ ഞാൻ വെറുതെ പ്രശ്നങ്ങൾ എടുത്ത് തോളിലിട്ടിട്ട് അത് പ്രശ്നം ഇത് പ്രശ്നം എന്ന് പറയും. പ്രശ്നമാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒഴിവായി പോകണം, അത്രേ ഉള്ളൂ. എടുത്തിട്ട് ഇങ്ങനെ ഇതിലിടേണ്ട ആവശ്യമില്ല എനിക്ക്.
അപ്പൊ അതൊക്കെ ഇന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് സന്തോഷകരമായിട്ട് ആൽക്കഹോളിക് അനോണിമസിലൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ഒരു തിരിച്ചറിവിന്റെ ഓരോ ദിവസവും തിരിച്ചറിവിന്റെ യാത്രയായിട്ടാണ് എൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. എന്തായാലും ദൈവം ഈ ഇതിലേക്കെങ്കിൽ ഈ സമയത്തിലെങ്കിലും ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റിയല്ലോ, അതാണ് എനിക്ക്. പക്ഷെ ചില ആൾക്കാരൊക്കെ വയസ്സായിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ചില ചെക്കന്മാര് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഇവിടെ ഒരു ഫിസിക്കൽ മീറ്റിങ്ങിന് ഞങ്ങൾ പോയപ്പോൾ ചെറിയ ചെക്കന്മാര് കല്യാണമൊന്നും ആയിട്ടില്ല മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അവരെ കാണുമ്പോൾ ഒരിത് തോന്നിയിട്ടുണ്ടായി, അവർക്കൊക്കെ ചെറിയ വയസ്സിൽ തന്നെ കിട്ടിയിരിക്കണം സൂപ്പർ എന്നുള്ളത്. പിന്നെ നോക്കുമ്പോൾ കുറെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് നോക്കുമ്പോൾ ഇത്ര വർഷമായിട്ട് ഇവർക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ശരിയാണ് ഇടം ശരിയാണ് നേരം എന്ന് പറഞ്ഞ പോലെ ആ ശരിയാണ് നേരത്തിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. എൻ്റെ ശരിയായ സമയം ആ ഒരു 36-ാമത്തെ വയസ്സിലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഏതായാലും ആ ഒരു വയസ്സിൽ കണ്ടെത്താൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ് സുഹൃത്തുക്കളെ. കാരണം അപ്പോഴൊക്കെ ചെറിയ മക്കളാണ്. ഇപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ കുടിച്ചതാണ്. ഇപ്പോൾ അവൾക്ക് 12 വയസ്സായി. അവൾ ഒരു 6 വയസ്സുള്ള സമയത്തൊക്കെയാണ് ഞാൻ എയിൽ വരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ. പിന്നെ ബാക്കി 2 ചെറിയ ചെറിയ ചെക്കന്മാരാണ്. അവർക്കൊന്നും എന്താ പറയാ, അപ്പൻ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. എങ്കിലും അതിനൊക്കെ സന്തോഷം. കാരണം വേറൊന്നല്ല, കുറെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് മക്കളെ കാര്യങ്ങളൊക്കെ ഒരുപാട് പഴമക്കാർ ഇങ്ങനെ പറയും. കല്യാണത്തിന്റെ ഒരു ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അവർ അച്ഛനെ വേറെ മാറ്റി വെച്ചു, അതായത് കള്ളു കൊടുത്ത് മാറ്റി വെച്ച ഒരാളെ ഷെയറിങ് ഞാൻ മഞ്ചേരി മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, അതായത് മോളെ കല്യാണം നടത്തണം, ഇയാൾക്ക് എന്താ അതിൽ സ്ഥാനം ഇല്ല, അച്ഛനാണ്. പക്ഷെ അന്ന് കുടിക്കാരനാണ്, കള്ളുകുടിയനായതുകൊണ്ട് കള്ളു കൊടുത്ത് അയാൾ അവിടുന്ന് മാറ്റി. അയാൾ അവിടെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ കല്യാണം കാണാൻ പറ്റാത്ത അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കേൾക്കുമ്പോൾ ദൈവമേ, എനിക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേനും. പക്ഷെ ഇനി ഇത് നിലനിർത്തി കൊണ്ടുപോകണം. എന്താ പറയുക, ഇത് ഒരു മുறை കുടിനോയാളി സാകും വരെ കുടിനോയാളി തന്നെയാണ്, മദ്യാസക്ത രോഗി തന്നെയാണ്. അതുകൊണ്ട് മരണം വരെ ഞാൻ ഇതിനെ എന്താ പറയാ ഫോളോ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഇതിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇനി മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് കുടിക്കാൻ ചാൻസ് കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് ആണ് സുഹൃത്തുക്കളെ ആൽക്കഹോളിക് അനോണിമസ് തരുന്നത്. വേറെ ഒന്നുമല്ല, വളരെ നല്ലൊരു കോൺഫിഡൻസ് ആണ്. കുഴപ്പമില്ലാതെ. കാരണം എവളവോ പാത്രമാട്ടമോ എന്ന് പറയുന്ന പോലെ എത്രയോ പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കൊക്കെ വരുന്നത് മുമ്പും വന്നതിന്റെ ശേഷവും ഒക്കെ ഒരുപാട് കുടിക്കാനല്ല, കുടിച്ച് മരിക്കാൻ പറ്റുന്നത്ര പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ പുറത്ത്, പണിസ്ഥലത്ത്, കുടുംബത്തില്, അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇനിയും വരും, കുഴപ്പമൊന്നുമില്ല, ഇനിയും പറ്റും. വന്നാട്ടെ, ഒരു പ്രശ്നമില്ല. 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ ശക്തി എന്നെ ഓരോ ദിവസവും പവർ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഒന്നും തളർന്നു പോകുന്നില്ല എന്ന്. അത് വലിയൊരു ഒരു അനുഗ്രഹം തന്നെയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ എവിടെ എവിടെ പോയാലും കിട്ടുക ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു അനുഭവം എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടൂല. എനിക്ക് കിട്ടൂല കേട്ടോ. ഞാനൊക്കെ കുറെ നടന്നതുകൊണ്ട്, കുറെ സ്ഥലത്ത് പോയതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും ഇത്രയും നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. അതിനാണ് എനിക്ക് ഇത്രമാത്രം ഇഷ്ടം ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞാൽ. കുടി നിർത്തുക എന്നുള്ളത് മാത്രമൊന്നും അല്ല, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ മീറ്റിങ്ങിനൊക്കെ എപ്പോൾ പുതുമക്കാരെ കണ്ടാലും സംസാരിക്കാനും പറഞ്ഞാലൊക്കെ ഞാൻ പറയും, ഇത് കള്ളുകുടി നിർത്തുന്ന പരിപാടിയല്ല എന്ന് ഫസ്റ്റ് തന്നെ പറയും. അപ്പൊ ഏട്ടാ, കുടി നിർത്താൻ വേണ്ടിയിട്ടാ വന്നത്. ഓക്കെ, നിർത്താം. പക്ഷെ അത് മാത്രമുള്ള പരിപാടിയൊന്നുമല്ല. ഇത് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസം വരുമ്പോൾ അത് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് അവരവർ തന്നെ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിങ്ങനെ അതായത് ഞാൻ തന്നെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലാണ്ട് എന്നെ കുറെ ആൾക്കാർ ഇതിലും പഠിപ്പിച്ചിട്ട് അത് പഠിപ്പിക്കണ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഇറങ്ങിപ്പോയിണ്ടാവും. ഞാൻ ഫസ്റ്റ് മീറ്റിങ്ങിന് തന്നെ പോകുമ്പോൾ കയറി പോയപ്പോൾ ഗൂഡല്ലൂർ രാമകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൽ കയറി പോയപ്പോൾ അവിടെ ആൽക്കഹോളിക് അനോണിമസിന്റെ ജനറൽ ഷെയറിംഗ് മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റിയത്. അതേ വേറെ വിഷയം അവതരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്ന മീറ്റിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാനും എനിക്ക് ഈ ഒരു വലിയ ശക്തി, അതായത് ഞാൻ കണ്ടെത്തിയ ഒരു ദൈവത്തിന് നന്ദി പറയാനും, ഇത്രമാത്രം നല്ലൊരു ഇന്നത്തെ ഒരു ദിവസം എത്ര ആൾക്കാർ എന്തെന്ത് സ്ഥലത്ത് എങ്ങനെയൊക്കെയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ദൈവം ഭാഗ്യം തന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 2 വാക്ക് സംസാരിക്കാനും എന്താ പറയാ, ആ ഒരു വലിയ ശക്തിക്ക് നന്ദി പറയാനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഈ വൈകുന്നേര സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ നന്ദി പറയാം സുഹൃത്തുക്കളെ. വേറൊന്നുമില്ല, സന്തോഷകരമായിട്ട് ഇതേപോലെ അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി.
അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ പറയും കേട്ടോ. അതായത് ജോൺ ചേട്ടന് എന്താ കടസി ആസ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ ആഗ്രഹമുള്ളൂ. അത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം കേട്ടോ, വേറെ ഒന്നല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ഒന്നല്ല. ഞാൻ മരിച്ചിട്ട് എൻ്റെ ശവം ഇങ്ങനെ ഏറ്റി കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ ഞങ്ങളതിലൊക്കെ 4 പേര് ഇങ്ങനെ തൂക്കിക്കൊണ്ടുപോകും. അതിൽ ഒരാൾ ഏകാരനായിരിക്കണം എന്ന് പറയാൻ. ഒരാള് അതിൽ ആൽക്കഹോളിക് അനോണിമസിൽ അംഗമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് ഞാൻ പറയും. കാരണം വേറൊന്നല്ല, അതിന് കാരണം അങ്ങനെ പറയാൻ കാരണം അതുവരെ ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ തന്നെയാണ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് എന്തായാലും ഒരു ഏകാരൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ അതുവരെ എന്തായാലും ജീവനോടുള്ള കാലം മുഴുവൻ ഇനി ആൽക്കഹോളിക് അനോണിമസിന്റെ പാത പിന്തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു ജീവിതം മുന്നോട്ട് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഓരോ ദിവസവും ആൽക്കഹോളിക് അനോണിമസിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസവും ഓരോരോ അതിലും ചില സമയത്തൊക്കെ ചില പ്രശ്നങ്ങളും മാനസികമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ നുണയായി പോകും. അതുകൊണ്ട് എൻ്റെ ചിന്തകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ആ മനസാക്ഷി എന്ന് പറഞ്ഞ ആ സംഭവം അതിൻ്റെ ഉള്ളിൽ, അത് എന്താണ്, തെറ്റാണോ ശരിയാണോ, ഞാൻ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. അതപ്പോൾ കറക്റ്റ് പറയും, തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി എന്നുള്ള. അപ്പോൾ അത് പറയുന്നത് കേട്ട് നടന്നാൽ തന്നെ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെയാണ് ഇപ്പോഴത്തെ ഓരോരോ കാര്യങ്ങളും. എങ്കിലും ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ പോകാറുണ്ട്. എൻ്റെ ഇഷ്ടത്തിന്, അതായത് എൻ്റെ മനസ്സ് ചില സമയത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പക്ഷെ അതിനുള്ള ഇത് ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനുള്ള പനിഷ്മെന്റ് കിട്ടിയേ മതിയാവുള്ളൂ. അല്ല രക്ഷപ്പെടാനൊന്നും പറ്റൂല. നമ്മൾ പഴമക്കാരൊക്കെ പറഞ്ഞു, നല്ലത് സെഞ്ചാൽ നല്ലത് നടക്കും, കെട്ടത് സെഞ്ചാൽ കെട്ടത് തന്നെ നടക്കും. എപ്പോഴും പറയും. നമ്മളെ ജോൺ ബ്രിട്ടോ സാറ് ഉണ്ട് തമിഴ്നാട്ടിൽ, തിരുനെൽവേലി. മൂപ്പരുടെ ഒരു ഷെയറിംഗ് ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആസ്വദിച്ച്, കാരണം അത്രമാത്രം എന്നെയൊക്കെ സ്വാധീനിച്ച ഒരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും അതൊരു കോള് വന്നതാട്ടോ. അപ്പൊ അമ്മ അവിടെ നിന്ന് വിളിച്ചതാ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ മൂപ്പരൊന്നും കണ്ടിട്ടൊന്നുമില്ല എങ്കിൽ പോലും എന്താ പറയാ, എനിക്ക് അത്രയും വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം, അவ்வளோதான், വേറെ ഒന്നുമില്ല. കാണണമെന്നൊന്നും വലിയ ഇതൊന്നുമില്ല, അതായത് നിർബന്ധം അങ്ങനെയൊന്നുമില്ല. പക്ഷെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജെൻസേട്ടാ, കേൾക്കാം. ആ, ഓക്കെ ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ, ഒരു കുഴപ്പമില്ല. കോള്. ഓക്കെ ഓക്കെ, ഒരു കോള് വന്നു, പിന്നെ നോക്കുമ്പോൾ അത് കട്ടായ പോലെ ആയി. എന്തായാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ കാണുന്നില്ല. ഓക്കെ, എന്തായാലും സന്തോഷം സുഹൃത്തുക്കൾ. അങ്ങനെ ജോൺ ബിൽഡർ സാറിനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മൂപ്പര് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ആകർഷണമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ, പഴമക്കാര്, കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ, അതൊക്കെ എനിക്ക് ഇതിലുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കാരണം കേൾക്കണം, എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കണം. എപ്പോഴും പറയും, നമ്മൾ കേൾക്കാൻ വേണ്ടി പഠിക്കുക, പഠിക്കാൻ വേണ്ടി കേൾക്കുക എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യം കേട്ടപ്പോഴാണ് എന്താണ് യഥാർത്ഥ സത്യം എന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അപ്പൊ പിന്നെ എന്താന്ന് പറഞ്ഞാല് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് ജീവിതം ആസ്വദിച്ച്, എന്താ പറയാ, സെലിബ്രിറ്റി സോബ്രിറ്റി, അവളതാ, വേറെ മസിൽ പിടിച്ച് കുടിക്കാതിരിക്കാന്നൊന്നുമില്ലല്ലോ. അങ്ങനെ അയ്യോ കുടി നിർത്തിപ്പോയി ഇനി എന്താ ചെയ്യാ എന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എപ്പോഴും. അതായത് കുടിക്കാനും പറ്റുന്നില്ല, കുടിക്കാതിരിക്കാനും പറ്റുന്നില്ലാത്തൊക്കെ ഒരു അവസ്ഥയൊക്കെ ജീവിതം ഉണ്ടായിരുന്നു. ഇന്നൊന്നും അങ്ങനത്തെ ഒരു ഇതിലേക്ക്, ഇപ്പൊ കുടീനെ കുറിച്ചിട്ടൊന്നും വലിയ, എന്താ പറയാ, ആ ഒരു ഇതിലേക്കൊന്നും എന്റെ മനസ്സ്, എന്റെ കാര്യത്തില് അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല സുഹൃത്തുക്കൾ. ഞാൻ നന്നായിട്ട് ജീവിക്കണം, അതായത് എന്താ പറയാ, ആർക്കും ഒരു ഇതില്ലാണ്ട്, ഉപദ്രവം ഇല്ലാണ്ട്, എന്റെ മനസാക്ഷി പ്രകാരം എനിക്ക് ജീവിച്ചാൽ മതി, അത്ര മതി. വേറെ വലിയ ഇതൊന്നുമില്ല. കാരണം ഒരുപാട് ആൾക്കാർ എപ്പോഴാ എങ്ങനെയാ പോകുന്നൊന്നും അറിയില്ല. ഇന്നലെയോ ഞാൻ നേരത്തെ നമ്മളെ രാജീവേട്ടനൊക്കെ കുറെ മുന്നേ സംസാരിച്ചൊക്കെ കേട്ടതാണ് ഞാനൊക്കെ. അത് നോക്കുമ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പൊ അത്ര മനുഷ്യന്റെ കാര്യം, അത് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. മറ്റേ സാധാരണക്കാരെ പോലെ ഒന്നല്ല. ഇപ്പോ എന്റെ ഇവിടെ ഒരു സുഹൃത്ത് 5 വർഷമായിട്ട് കുടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇവിടെ എന്റെ അടുത്തുള്ള ഒരാൾ. അപ്പോ ഇതിൽ കുടി നിർത്തിയിട്ട്, എന്താ പറയാ, ഇനി അതിന് ഓൾറെഡി എന്താ ഉള്ളിൽ എന്താ കണ്ടീഷൻ എന്നൊന്നും അറിയില്ല. അപ്പൊ ബോഡി കണ്ടീഷനേക്കാൾ
മെയിന് മാനസികമായിട്ടുള്ള ആ ബ്രെയിനിലുള്ള ആ ഒരു എൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ എങ്ങനെയാന്നുള്ളത്, ഇതും താങ്കും ഇതേം എപ്പോഴും വേണം എനിക്ക്. എപ്പോഴും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, പക്ഷെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കണം. അത്ര മാത്രം മതി, അത് മാത്രം മതി. എന്നും വെട്ടിപ്പിടിക്കാനോ അതൊന്നും എനിക്കിപ്പോ അതിന്റെ മൈൻഡൊന്നുമില്ല. ഉള്ള ജീവിതം ഒണ്ടേ അറ്റ് ടൈമിൽ ഇന്നത്തെ ഒരു ദിവസത്തെ അടിസ്ഥാനത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കുക. എന്ത് വന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. മരണമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം വേറെ രക്ഷയില്ല. കാരണം അതൊക്കെ ഞാൻ ഇപ്പൊ തേടി പോകുന്നില്ല. പണ്ടൊക്കെ മരണത്തിന് തേടിപ്പോയ ദിവസങ്ങളുണ്ട്. അതായത് സാവ് തേടി പോകக்கூடாது, സാവ് നമ്മ തേടി വരണം എന്ന് പറയും. അപ്പൊ അതുപോലെ ഇപ്പൊ ഒക്കെ മരണം തേടി വരട്ടെ, എന്നെ വരുന്ന വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. മറ്റത് അങ്ങനെയല്ല. എന്തെങ്കിലും പ്രശ്നം കൂടി വരുമ്പോൾ മരുന്നൊക്കെ കുടിച്ച് ആശുപത്രി കിടന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് സുഹൃത്ത്. എങ്ങനെ കുടിച്ചിട്ട്, അതായത് ദൈവം തന്നൊരു ജീവനാണ് അത് എൻ്റെ ഉള്ളിലുണ്ട്. അതിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ എത്ര വലിയ പൊട്ടനായിരുന്നു എന്നൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ദൈവം അത്രയും അനുഭവങ്ങൾ, കസപ്പാണ് അനുഭവങ്ങൾ, അത്രയും കുറെ പ്രശ്നങ്ങളൊക്കെ തന്നതൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിലാണ് ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അത്രമാത്രം. കാരണം ചെറിയ ചുമ്മാ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി വന്ന് ഇരുന്ന് അങ്ങനെയൊന്നും പോകാൻ പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, അവരവരുടേതായ പ്രശ്നങ്ങൾ അവരൊരു പേഴ്സണലായിട്ടൊക്കെ അറിയാം. അവരവർക്കൊക്കെ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. എനിക്കും അതേപോലെ തന്നെയാണ്. ഏഹ് എൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് എന്താ പറയാ, അത്രമാത്രം അവമാനപ്പെട്ടിട്ടൊക്കെയാണ് സുഹൃത്തുക്കളെ, മാനസികമായിട്ടൊക്കെ എല്ലാത്തിലും അവമാനപ്പെട്ട്. ഏഹ് ഒന്നും പറയണ്ട, നാട്ടുകാരെ ഇപ്പോ തല്ലി ഓട്ടിക്കുന്നൊക്കെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ ഇതിലേക്ക് വന്നത് ഇന്ന് നല്ലൊരു പരിപാടിയിലേക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇത് എങ്ങനെ പറയും, എന്തായാലും അവസാനം ക്ലൈമാക്സ് അടിപൊളിയാവും എന്ന് പറയുന്ന പോലെ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റി. അതിന് ദൈവത്തിന് നന്ദി പറയും. ഇനി ഇത് ഞാൻ കളയാണ്ട് നോക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നഷ്ടപ്പെടാണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നഷ്ടപ്പെടാണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റേ പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തേടി നടക്കാണ്ട് ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ മനസാക്ഷിയാണ് എൻ്റെ ദൈവം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. എനിക്ക് അതിലാണ് വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസത്തിലൂടെ ഞാൻ കടന്നു പോകുന്നതുകൊണ്ട് ഇന്ന് എന്താ പറയാ, സന്തോഷവാനും സ്വതന്ത്രനുമാണ്, സന്തോഷവാനാണ്. ഒരു എന്താ പറയുക, എന്നെ ആരും എന്താ പറയാ ഒരു പിരിമുറുക്കമൊന്നും ഇല്ലാണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിനൊക്കെ ഈ ഒരു പ്രോഗ്രാമിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാല് ഈ ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് എന്താന്ന് പറഞ്ഞാല് ആരെ കണ്ടാലും മിണ്ടാതിരിക്കാൻ പറ്റൂല. അതായത് പുതുമയായിട്ട് ആരെങ്കിലും വന്ന വിളിച്ച് സംസാരിക്കും, നമ്പർ വാങ്ങും. എന്താ പറയാ, ആ ഒരു ഇത് എന്താ പറയാ, അത്രയും നല്ലൊരു പരിപാടിയാണിത്. അല്ലാതെ കള്ളുകൂടി നിർത്തുന്ന പരിപാടി മാത്രമല്ല. അതൊക്കെ ചെറിയ ഇത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഈ ഒരു സേവന മേഖലയിലൊക്കെ, അതായത് സൈറ്റിലൊക്കെ ആയിക്കോട്ടെ, ഇനി ആരെങ്കിലും, ഞാൻ എല്ലാവർക്കും എങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കും. എന്നിട്ട് എങ്ങനെ നിങ്ങളല്ല, ഇനി ആരെങ്കിലും നിങ്ങൾക്ക് ഈ മദ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുകയും എന്നിട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി. ബാക്കി ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട്, നമ്മൾ കയ്യിൽ ഇതാക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. കുടി മാത്രം നിർത്തുന്നതാണെങ്കിൽ ഞാൻ പറയൂല. കള്ളുകൂടി മാത്രം നിർത്തുന്നതാണെങ്കിൽ എനിക്കതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുക, കാരണം ഞാനത് ആ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ആ ഒരു ആനന്ദം ഉണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സന്ദേശം കൊടുക്കുന്നത്. അല്ലാതെ കുടി നിർത്താൻ വേണ്ടിയിട്ടല്ല മെയിനായിട്ട് മെസ്സേജ് കൊടുക്കാൻ കാരണം. നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും. കാരണം മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അത്രയും നരകിച്ച ജീവിതമായിരിക്കും ചെറുപ്പം മുതൽ. പക്ഷെ ഇനിയുള്ള ജീവിതമെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ മുറുകെ പിടിച്ചു പോവുകയാണെങ്കിൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. അതായത് എന്താ പറയാ, സംസാരിക്കാണ്ടിരിക്കാൻ പറ്റൂല, ഇതിനെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇപ്പൊ ദൈവത്തിന്റെ ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുറെ പറയും തോറും ഇത് കഥയായിട്ട് മാറുന്ന അറിയാം. കാരണം എത്ര പറഞ്ഞാലും തൃപ്തി ആവൂല. അതായത് മതിയാകാത്തൊരവസ്ഥയാണ്. അത്രമാത്രം എന്താ പറയാ സന്തോഷമുള്ളൊരു, അല്ലാതെ വേറെ സാമ്പത്തികവും പൈസേന്റെ കാര്യമൊന്നും അല്ല ഇവിടെ. അതൊന്നും എനിക്ക് പറയാനും ഒന്നുമില്ല. അതൊക്കെ ഒരു പൂജ്യം തന്നെയാണ്, ഒന്നുമില്ല. വാടക വീട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിന്റെ ഇടയ്ക്ക് കുട്ടികളെ രോഗം ഇതൊക്കെ വരും പോകും ഒക്കെ ചെയ്യും. ഒരുപാട് ഇത് സ്കൂൾ ഫീസ് അങ്ങനെ ഇങ്ങനെ എല്ലാ സാധാരണ ആൾക്കാർക്കുള്ള എല്ലാ ഇതും എനിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്നാലും എൻ്റെ ഉള്ളിൽ ആത്മാവിലൊരു സന്തോഷം.
അത് വേറെ എവിടെയും കിട്ടിയിട്ടില്ല ഈ ഒരു പ്രോഗ്രാം അല്ലാണ്ട്. അതാണ് എനിക്ക് ഇതിൽ എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ആത്മാവിൽ ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ, ഒരു നമ്പിക്ക, ഒരു വിശ്വാസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നത് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു ദൈവികമായ കൂട്ടായ്മയിലൂടെ ഞാൻ സഞ്ചരിച്ച ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം ഇതിൽ ഒരു താല്പര്യം, ഇത്രമാത്രം ഒരു ഇഷ്ടപ്പെടാൻ കാരണം, എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് ഇതിൽ ഇത്രമാത്രം ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇതൊന്നും എത്ര പൈസ കൊടുത്താലും കിട്ടൂല. പൈസ കൊടുത്ത് കിട്ടുന്ന പോലത്തെ സന്തോഷം ഒന്നുമല്ല ആൽക്കഹോളിക് അനോണിമസ് തരുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞത്. അതൊരു എന്താ പറയാ, അനുഭവിക്കുമ്പോഴേ അതിന്റെ ഒരു സുഖം അറിയുള്ളൂ. അതുകൊണ്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല, നഷ്ടപ്പെടുത്തൂല്ല. കാരണം ഇത്രമാത്രം ഒരു നല്ലൊരു ഇത് കിട്ടിയിട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്ര ഇത് ദൈവത്തിന് നന്ദി പറയാണ്. എന്തായാലും ഇതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഏതായാലും എന്താണ് ഞാൻ മനസ്സിലാക്കിയ ദൈവം എന്നുള്ളതൊരു ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനസാക്ഷിയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ദൈവം. അത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വേറെ യാരെ പുറത്തുള്ള കാര്യം ഇപ്പോ ദൈവമായിട്ട് ഞാൻ കണ്ടാലും, വേറെ പള്ളികളിലോ അവിടെ ഇവിടെയൊക്കെ എവിടെ ആയിട്ട് ഞാൻ ദൈവത്തിനെ കണ്ടാലും എന്നെ വിട്ട് അത് പോകും. അങ്ങനത്തെ ഒരു ഇതാണ്. അതായത് അതൊക്കെ ദൂരെ മൂന്നാമത്തെ ഒരു സ്ഥലത്തുള്ള പോലെ ആയിട്ട് തോന്നുക. അതായത് വേറെ പുറത്തുള്ള പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇതാണ് എൻ്റെ ദൈവം, എൻ്റെ മനസാക്ഷിയാണ് എൻ്റെ ദൈവം എന്നുള്ള ആ തോന്നലുണ്ടപ്പോ പിന്നെ ഞാൻ എങ്ങട്ടാ ഇത്, എൻ്റെ ഉള്ളിൽ, എൻ്റെ ബോഡിയിൽ എപ്പോഴും ഇല്ല, എൻ്റെ ഉള്ളില്. പിന്നെ ഞാൻ എനിക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതുപോലെ രജനീകാന്തൊക്കെ പറയുന്ന പോലെ ആണ്ടവണേ നമ്മ പക്ക ഇറക്കാന്ന് പറഞ്ഞ പോലെ ദൈവം തന്നെ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ എന്തിനാ പേടിക്കണം എന്ന് പറഞ്ഞ പോലെ, പിന്നെ എന്തിനാടാ ജോൺസാ പേടിക്കുന്നത്, പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്, പിന്നെ എന്തിനാ നീ ഇതാക്കണെന്നൊക്കെ പറയും. കാരണം ഈ ഒരു അതായത് വേറെ ഇങ്ങനെ ഭയന്ന് ഓടേണ്ട ആവശ്യമില്ല. ആള് നിന്റെ കൂടെ തന്നെ ഉണ്ട്, ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേപോലെ തന്നെ പോട്ടെ. ഏതായാലും ഇത്ര നേരം സംസാരിക്കാൻ ഒരു അവസരം തന്ന ജ്വാല കൂട്ടായ്മയ്ക്ക് നന്ദി പറയാണ്. പിന്നെ എന്നെ കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയാണ്. നമുക്ക് എല്ലാവർക്കും ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിതാവസാനം വരെ ഈ ഒരു പ്രോഗ്രാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി പലരും പല ദൈവത്തിനൊക്കെ എങ്ങനെയാ മനസ്സിലാക്കിയിരുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അത് ആർക്കെങ്കിലും എന്താ പറയാ, അവരുടെ രീതി അങ്ങനെയാണ്. അത് ഞാൻ ഇതിൽ എൻ്റെ കാര്യം മാത്രമാണ്. കാരണം ഞാൻ വേറെ ആരെ കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു തരത്തിലാണ്. അപ്പോൾ എന്താ പറയാ, ഈ ഒരു ഇതിൽ ഈ മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്കിതിൽ നിലനിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. വേറെ എവിടെയും പോയിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ആൽക്കഹോളിക് അനോണിമസിൽ വന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് അതിനെ വിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും നന്ദി പറയാണ്. എല്ലാവർക്കും ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിതാവസാനം വരെ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ ഒരു വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു അവസരം തന്ന ജ്വാല കൂട്ടായ്മയ്ക്ക് കേട്ടിരുന്ന സുഹൃത്തുക്കൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേവർക്കും ഇനിയ ഇരവ് വണക്കം, ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിർത്താണ്. നന്ദി സുഹൃത്തുക്കളെ. താങ്ക് യു.